വെസ്റ്റീജ് കമ്പനിയുടെ അഗ്രി 82 വിത്ത് നാനോ ടെക്നോളജി. ഇതിൻ്റെ ആക്ഷൻ സ്പ്രെഡർ, ആക്ടിവേറ്റർ, അതുപോലെ തന്നെ വെറ്റിംഗ് ആക്ഷൻ. 200 ലിറ്റർ വെള്ളത്തിന് 50 മില്ലി മുതൽ 60 മില്ലി വരെയാണ് ഇതിൻ്റെ ഡോസേജ്. ഇതൊരു സിലിക്കോൺ ബേസ്ഡ് പ്രൊഡക്റ്റാണ്. നമുക്കിതിൻ്റെ സ്പ്രെഡിങ് ആക്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു വാഴയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത്. വാഴയിലയിൽ അറിയാലോ, അതിൻ്റെ പുറം വശത്ത് വെള്ളം പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ വെള്ളം വെച്ചു. ഇതാണ് നോർമലി ഒരു വാഴയിലയിലൊക്കെ സംഭവിക്കുന്നത്. ചേമ്പലയും ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഏലത്തിൻ്റെ ഇലയുടെ അടിവശം, വെള്ളം പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ നമ്മുടെ അഗ്രി 82ൻ്റെ ആ ഒരു ആക്ഷൻ നമ്മൾ ഈ അഗ്രി 82 ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഒരു ഈർക്കിലിയിൽ ഒരല്പം എടുത്ത് അപ്ലൈ ചെയ്യുവാണ് കേട്ടോ. സ്പ്രെഡിങ് ആക്ഷൻ കേട്ടോ. മാത്രമല്ല അവിടെ നിന്ന് നന്നായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. അടുത്തത് അഗ്രി 82ൻ്റെ വെറ്റിംഗ് ആക്ഷനാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഇലയിൽ ചേമ്പലയിലൊക്കെ സാധാരണ വെള്ളം പിടിക്കാറില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വെള്ളം വീണാൽ ചുമ്മാ പോത്തുള്ളൂ. ഇവിടെ നമ്മുടെ അഗ്രി 82ൻ്റെ വെറ്റിംഗ് ആക്ഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു തുള്ളി വെള്ളം തന്നെ ഇവിടെ ഇരിക്കുന്നത്, നമുക്ക് അതിൽ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ഈർക്കിലിയിലേക്ക് അഗ്രി 82 എടുക്കുകയാണ്. ജസ്റ്റ് എന്താ ഒരു പോർഷനിൽ ഉണ്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിൽ അഗ്രി 82 ഓൾറെഡി ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ അതിലേക്കൊന്ന് കൊടുക്കുവാണ്. ഉണ്ടോ, നല്ല സൂപ്പറായിട്ട് ആ വെള്ളം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ മരുന്ന് സൂപ്പറായിട്ട് ആ ഇലയിലേക്ക് പിടിച്ചല്ലേ. നോക്കിയോ, ഇത് സ്പ്രേ ആയിട്ട് കൊടുത്താലും എങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ ഒരു ആക്ഷൻ വരുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഒരു സ്പ്രേ ഗൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ബോട്ടിലിൽ നിന്ന് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകത, നമ്മൾ ഈ കൊടുത്തേക്കുന്ന മരുന്ന് ഇപ്പോൾ മഴ സമയമാണെന്ന് വെച്ചു, മഴ സമയത്ത് നമ്മൾ ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് മഴ പെയ്തു കഴിഞ്ഞാൽ അത് ആ മഴവെള്ളം അതിൻ്റെ മേളിൽ കൂടെ അങ്ങ് പോകത്തേ ഉള്ളൂ. നമ്മൾ കൊടുത്ത ആ മരുന്ന് അവിടെ ഒരു കോട്ടിങ് പോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ടാവും. അഗ്രി 82ൻ്റെ മാത്രം ഒരു അമേസിങ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 1 മണിക്കൂർ സമയം മാത്രമാണ് ഇതിന് ആ പശയുടെ എഫക്റ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിത് ധൈര്യമായിട്ട് ഫ്ലവറിങ്ങിന് മരുന്ന് കൊടുക്കുന്ന സമയത്തും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. 1 മണിക്കൂർ സമയം മാത്രമാണ് പശയുടെ എഫക്റ്റ് വരുന്നത്. 1 മണിക്കൂറിന് ശേഷം ഈ ഇല വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാകും. അതായത് പിന്നെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം പിടിക്കുകയില്ല. ഓക്കെ, ആണ് ഇതിൻ്റെ വെറ്റിങ്ങിൻ്റെ ഒരു ആക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ഷനാണ് ഇതിൻ്റെ പെനിട്രേഷൻ എന്ന് പറയുന്നത്, അന്തർവ്യാപന ശേഷി. നന്നായിട്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നിനെ പെട്ടെന്ന് ചെടിയുടെ തണ്ടിനുള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മണ്ണിലാണെങ്കിൽ പോലും നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. 200 ലിറ്റർ വെള്ളത്തിന് ഒരു 60 മില്ലി ചേർത്ത് നമ്മൾ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമേസിങ് റിസൾട്ട് ആയിരിക്കും. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നോർമലി നമ്മൾ വെള്ളമാണ് നമ്മളിവിടെ ഒഴിച്ചിരിക്കുന്നത്. ഈ പോർഷൻ നമ്മൾ വെള്ളം ഒഴിച്ചു. ഇത് ഞാൻ ഓൾറെഡി ഇത് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരുന്ന അഗ്രി 82 ആണ്. തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ അഗ്രി 82 ആണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വെള്ളം കൊടുത്ത ആ ഒരു ഏരിയ നോക്കിക്കൂ, അതങ്ങനെ തന്നെ അവിടെ നിൽപ്പുണ്ട്. എന്നാൽ അഗ്രി 82 ആഡ് ചെയ്ത ആ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് കുതിർന്ന് ഇത് അഗ്രി 82 ആണ് ഇപ്പോൾ ഒഴിക്കുന്നത്. ആ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും അവിടെ നന്നായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഇത് കുതിർന്ന് കാർഡ്ബോർഡ് കുതിർന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അതിവിടെ വെള്ളം ഒഴിക്കുന്ന ഏരിയ നോക്കും. ഈ ഒരു പോർഷൻ നമ്മൾ വെള്ളമാണ് ഒഴിച്ചത്. എന്തായാലും വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാൻ സാധിക്കും കേട്ടോ. മാത്രമല്ല അതവിടെ കുതിർന്ന് പിടിച്ചത് ഉള്ളിലേക്ക് ഇറങ്ങാനും തുടങ്ങി. ഇതുണ്ടോ, എത്ര ഫാസ്റ്റായിട്ടാണ് അത് ഡ്രൈ ആയതെന്ന് നോക്കി. നമ്മൾ വെള്ളം കൊടുത്ത ഏരിയ അതുപടി തന്നെ അവിടെ നിൽപ്പുണ്ടാവും. മണ്ണിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂട്ടാൻ ഇത് ഉപകരിക്കും.
അതിലുപരി മണ്ണിനെ കട്ട പിടിച്ചു പോകാതെ ലൂസാക്കി ഇളക്കമുള്ളതാക്കി നിർത്താനും ഈ ഒരു പ്രോഡക്റ്റ് ഹെൽപ്പ് ചെയ്യും. നമുക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വളങ്ങൾ കലക്കി ഒഴിക്കുന്ന സമയത്തൊക്കെ ഇത് കൂടെ ആഡ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ്. അടുത്തൊരു ഡെമോയാണ്. അഗ്രിഗേറ്റീവ് ആഡ് ചെയ്തൊരു പോർഷനാണിത്. ഇത് നോർമലി നമ്മൾ വെള്ളമാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ കൊടുത്തിരുന്നത്. അഗ്രിഗേറ്റീവ് ആഡ് ചെയ്ത ഭാഗം വളരെ പെട്ടെന്ന് ഡ്രൈ ആയി. വെള്ളം കൊടുത്ത ഒരു ഏരിയ അത് അതേപടി തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ സാന്നിധ്യം അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുണ്ടോ, ഇവിടെ ഓൾമോസ്റ്റ് ഡ്രൈ ആയി. ഇനിയിപ്പോൾ നമ്മളിത് മണ്ണിൽ കൊടുക്കുകയാണെന്ന് വെച്ചു. മണ്ണിൽ കൊടുത്തു കഴിയുമ്പോൾ മണ്ണിൻ്റെ വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി കൂടും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് നമ്മൾ വെയിലത്ത് നമ്മളെന്ന് വെച്ചാൽ എന്തായാലും കാർഡ്ബോർഡ് നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ. അതിനുശേഷം നമുക്കൊരു കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ നമ്മൾ മുമ്പ് വെച്ചിരുന്ന കാർഡ്ബോർഡ് ഓൾമോസ്റ്റ് നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ അഗ്രിഗേറ്റീവ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എവിടെയാണെന്നുള്ളത് നമുക്കിപ്പോൾ ഒന്ന് കണ്ടുപിടിക്കാം. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ ഇരിക്കുന്നു അല്ലേ. അപ്പോൾ ഇവിടെ അഗ്രിഗേറ്റീവ് ആഡ് ചെയ്തിട്ടുള്ളൊരു ഭാഗം നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇവിടെ തിരിച്ചറിയാൻ സാധിക്കും. അതായത് ഒരിക്കൽ നമ്മൾ മണ്ണിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മണ്ണിൻ്റെ വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി കൂടും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഉണങ്ങിക്കഴിഞ്ഞ് വീണ്ടും എങ്ങനെ വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി എത്ര നാൾ നിൽക്കും എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, നമ്മൾ നനച്ചു കൊടുക്കുകയാണ്. നനച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അഗ്രിഗേറ്റീവ് പറ്റിയ ആ ഭാഗം നോക്കി വളരെ ഫാസ്റ്റായിട്ട് അവിടെ വെള്ളം വലിഞ്ഞു തുടങ്ങി. എന്നാൽ ഇവിടെയോ ഒരു മാറ്റമില്ല അല്ലേ. ഇതുണ്ട് നമ്മൾ അഗ്രിഗേറ്റീവ് ആഡ് ചെയ്ത പോർഷനും നോർമലി വെള്ളം മാത്രം ഒഴിച്ച പോർഷനും നോക്കി. അവിടെ ആ മണ്ണിൻ്റെ വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി നന്നായിട്ട് കൂടും. പിന്നീടൊക്കെ നമ്മൾ അവിടെ